ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബികോം ഫോർത്ത് സെമിസ്റ്ററിലെ ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ആൻഡ് പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. എക്സാമിന് വരാൻ ചാൻസ് ഉള്ള എല്ലാ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ 50 മാർക്സിന് വരാൻ ചാൻസ് ഉള്ള എസ് എ ക്വസ്റ്റ്യൻസൊക്കെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കൊടുത്തേക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ പഠിച്ചിട്ട് പോയാൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റ് പാസ്സാവാൻ പറ്റും. അപ്പോൾ ഫസ്റ്റത്തെ മോഡ്യൂളിൽ പഠിക്കേണ്ട ക്വസ്റ്റ്യനാണ് ഡിഫൈൻ ഓണ്ടർപ്രണർ, ഫങ്ഷൻ ഓഫ് ആൻ ഓണ്ടർപ്രണർ, അതേപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓണ്ടർപ്രണർഷിപ്പ്, പിന്നെ മീനിങ് ഓഫ് ഓണ്ടർപ്രണർഷിപ്പ് പഠിക്കുക. അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഓണ്ടർപ്രണറൽ ഗ്രോത്ത് ഓഫ് ഓണ്ടർപ്രണർഷിപ്പ്. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ഞാനിവിടെ കൊടുത്തേക്കുന്ന എല്ലാ ക്വസ്റ്റ്യനും പഠിക്കുക, എന്നാലും ഞാൻ മെയിനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ പറഞ്ഞേക്കുന്നത്. അപ്പോൾ മൊഡ്യൂൾ 2 പഠിക്കേണ്ട ക്വസ്റ്റ്യനാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓണ്ടർപ്രണർഷിപ്പ്, ടൈപ്സ് ഓഫ് ഓണ്ടർപ്രണേഴ്സ്, ഫങ്ഷൻസ് ഓഫ് വുമൺ ഓണ്ടർപ്രണേഴ്സ്, അതേപോലെ തന്നെ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ വുമൺ ഓണ്ടർപ്രണർ ആൻഡ് സൊല്യൂഷൻസ്. പ്രോബ്ലംസും സൊല്യൂഷൻസും വുമൺ ഓണ്ടർപ്രണർഷിപ്പിൻ്റെ അത് ഇമ്പോർട്ടൻ്റ് ആണ്. എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതും പഠിച്ചിട്ട് പോവുക. അതേപോലെ തന്നെ ഫ്രാഞ്ചൈസും ഫീച്ചേഴ്സും അഡ്വാൻറ്റേജസും പഠിക്കുക. റോൾസ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് MSMEs സ്റ്റെപ്സും കൂടെ പഠിച്ചിട്ട് പോവുക. അതേപോലെ തന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ഓണ്ടർപ്രണർ ആൻഡ് ഇൻട്രപ്രണർ പഠിച്ചിട്ട് പോവുക. നെക്സ്റ്റ് മൊഡ്യൂൾ 3 പഠിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ് പ്രൊജക്റ്റ് മാനേജ്മെൻറ്റിൻ്റെ സ്റ്റെപ്സ് പഠിക്കുക, സോഴ്സസ് ഓഫ് പ്രൊജക്റ്റ് ഐഡിയ പഠിക്കുക, ടൈപ്സ് ഓഫ് ട്രേഡ് മാർക്ക് പഠിക്കുക, അതേപോലെ തന്നെ ടൈപ്സ് ഓഫ് പ്രൊജക്റ്റ് പഠിക്കുക. സ്റ്റേജസ് ഇൻ പ്രൊജക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചിട്ട് പോകാൻ ഞാനിവിടെ കൊടുത്തേക്കുന്ന എല്ലാ ടോപ്പിക്സുകളും നിങ്ങൾ എന്തായാലും പഠിക്കാം. നെക്സ്റ്റ് മൊഡ്യൂൾ 4 പഠിക്കേണ്ട ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് പ്രൊജക്റ്റ് ഫോർമുലേഷൻ. സ്റ്റെപ്സും പഠിക്കുക, എലമെൻസും പഠിക്കുക. അതേപോലെ തന്നെ ടെക്നിക്സ് യൂസ്ഡ് പ്രൊജക്റ്റ് അപ്രൈസൽ, ടെക്നിക്സ് യൂസ്ഡ് ഇൻ പ്രൊജക്റ്റ് അപ്രൈസൽ എന്ന് പറഞ്ഞ ടോപ്പിക്ക് പഠിച്ചിട്ട് പോവുക. അതേപോലെ തന്നെ സോഴ്സസ് ഓഫ് ഫിനാൻസ് പഠിക്കുക. അതേപോലെ തന്നെ പ്രൊജക്റ്റ് റിപ്പോർട്ട് കോണ്ടൻസ് പഠിച്ചിട്ട് പോവുക. ഞാനിവിടെ കൊടുത്തേക്കുന്ന ഞാൻ റിപ്പീറ്റ് ചെയ്യണില്ല, എല്ലാ ടോപ്പിക്കും പഠിക്കുക. അതേപോലെ തന്നെ ഞാനിവിടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞേക്കുന്ന എസ് എ ക്വസ്റ്റ്യൻസും നിങ്ങൾ എന്തായാലും പഠിച്ചിട്ട് പോകണം. ലാസ്റ്റ് മൊഡ്യൂൾ 5 പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് മുദ്ര ലോൺ ആൻഡ് ടൈപ്സ്. ഇമ്പോർട്ടൻ്റ് ആണ്, ചിലപ്പോൾ എസ് എ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ സെസ് എന്ന് വെച്ചാൽ അറിയാലോ, സ്പെഷ്യൽ എക്കണോമിക് സോൺ, അതിൻ്റെ ഒരു ഷോർട്ട് നോട്ട് പഠിച്ചിട്ട് പോവുക. ഓണ്ടർപ്രണറൽ എഡ്യൂക്കേഷൻ, ഓണ്ടർപ്രണറൽ ട്രെയിനിങ് ഒക്കെ പഠിച്ചിട്ട് പോവുക. EDII ഫുൾ ഫോം പഠിച്ചിട്ട് പോവുക. EDPI ഫുൾ ഫോം പഠിക്കുക. ഷോർട്ട് നോട്ട്സ് അതിൻ്റെ മീനിങ് ഒക്കെ എന്താണെന്ന് പഠിച്ചിട്ട് പോവുക. NCIC ഫങ്ഷൻസ് പഠിക്കുക. അതേപോലെ തന്നെ ബിസിനസ് ഇൻക്യുബേറ്റർ പഠിച്ചിട്ട് പോവുക. ഞാനിവിടെ കൊടുത്തേക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ എന്തായാലും പഠിച്ചിട്ട് പോകണം. അതേപോലെ തന്നെ എസ് എ ക്വസ്റ്റ്യനും ഒട്ടും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഓക്കെ.